ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെബനിറ്റ്സ് തിയറത്തിന്റെ 2019 ക്വസ്റ്റ്യൻ ആയിരുന്നു. 15 മാർക്ക് ക്വസ്റ്റ്യൻ. 15 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി 8 മാർക്ക് അതാണ് ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ nth ഡെറിവേറ്റീവ്. ഫൈൻഡ് ദ nth ഡെറിവേറ്റീവ് ഓഫ് x square e raised to x cos x. x square e raised to x cos x. ഇയാളുടെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. x square e raised to x cos x. നമ്മളപ്പോ y is equal to x square e raised to x cos x. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലെബനിറ്റ്സ് തിയറം ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം 3 പേരാണുള്ളത്. 3 ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ് ദേ കിടക്കുന്ന ഈ y. അപ്പോ ഡയറക്റ്റ് ആയിട്ട് nth ഡെറിവേറ്റീവിന്റെ ഫോർമുല, ലെബനിറ്റ്സ് തിയറം ഉപയോഗിച്ച് nth ഡെറിവേറ്റീവിന്റെ ഫോർമുല ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഹോൾഡ് ഇറ്റ്. അത് പെട്ടെന്ന് നടക്കത്തില്ല. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇവിടെ നമ്മളൊരു ഫോർമുല കാണാതെ പഠിക്കണം. ദിസ് ഫോർമുല, ഈ ഫോർമുല സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യന് വേണ്ടി മാത്രം യൂസ് ഉള്ള ഒരു ഫോർമുലയാണ്. നിങ്ങളോട് ഞാനൊരു ഫോർമുലയുടെ ഒരു എന്താ പറയേണ്ട ഒരു പേപ്പർ കട്ടിങ്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആ ലിസ്റ്റിൽ ഈ ഫോർമുല പോകാം, കുഴപ്പമില്ല. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ്. അപ്പൊ ഞാൻ ആ ഫോർമുല എഴുതാം. ഫോർമുല എഴുതുന്നു. വി നോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫോർമുല ഇവിടെ എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് വി നോ ദാറ്റ്. ഫോർമുല ഇതാണ്: e raised to ax cos bx plus c. e raised to ax cos bx plus c. ഇയാളുടെ nth ഡെറിവേറ്റീവ് e raised to ax cos bx plus c. ഇയാളുടെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുല എന്ന് പറയുന്നത് a square plus b square raised to n by 2. a square plus b square raised to n by 2 into e raised to ax into cos bx plus c plus n into tan inverse b by a. കണ്ടല്ലോ, ഇതാണ് ഫോർമുല. എന്താണ്? e raised to ax cos bx plus c യുടെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുലയാണ്. എയും ബിയും സിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. a square plus b square the whole raised to n by 2 e raised to ax into cos bx plus c plus n into tan inverse b by a. ഇതൊരു ഫോർമുലയാണ്. ഇത് ഈ ക്വസ്റ്റ്യന് വേണ്ടി മാത്രം യൂസ് ഉള്ള ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമോ? കഴിഞ്ഞു. 15 മാർക്ക്, അതായത് 8 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഞാനിവിടെ u ആയിട്ട് e raised to x into cos x എടുക്കുകയാണ്. e raised to x into cos x, അതായത് ഇവിടെ വന്ന ആളുണ്ടല്ലോ e raised to x into cos x, അത് ഇവിടെ ഇയാളെയാണ് ഞാൻ u ആയിട്ട് എടുക്കുന്നത്. ഞാൻ ഇയാളുടെ nth ഡെറിവേറ്റീവ് ഈ ഫോർമുല വെച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. nth ഡെറിവേറ്റീവ് വെച്ച് ഈ ഫോർമുല വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന 1 ആണ്, ബിയുടെ സ്ഥാനത്തും 1 ആണ്, സിയുടെ സ്ഥാനത്ത് 0 ആണ്. എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് 1, സിയുടെ സ്ഥാനത്ത് 0. അപ്പൊ അതിനനുസരിച്ച് ഫോർമുല എന്താണെന്ന് നോക്കാം. എന്താണ്? a സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ ദ ഹോൾ റൈസ് ടു n by 2 ഇൻറ്റു ഇ റൈസ് ടു ax. എയുടെ സ്ഥാനത്ത് 1 ആണെന്ന് പറഞ്ഞു. അപ്പോ 1 ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് എന്താണ് bx. b 1 ഇൻറ്റു എക്സ് ആണ് x, പ്ലസ് സി എന്ന് പറയുന്നത് 0 ആണ്. 0 പ്ലസ് n ഇൻറ്റു ടാൻ ഇൻവേഴ്സ് b ബൈ a. b 1 ആണ്, എയും 1 ആണ്. കണ്ടല്ലോ, സൈഡിൽ വേണം എഴുതിക്കോ. ഇവിടെ a ഈക്വൽ ടു 1, b ഈക്വൽ ടു 1, c ഈസ് ഈക്വൽ ടു 0. കണ്ടല്ലോ. അപ്പൊ ഫോർമുല ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എഴുതുന്നു. വിച്ച് ഇസ് 1 സ്ക്വയർ 1 ആണ്, 1 പ്ലസ് 1 2 ആണ്, 2 റൈസ് ടു n by 2, e റൈസ് ടു x ആണ്, cos x പ്ലസ് n ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1.
ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ അത് π/4 ആണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/4 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ എടുത്തെഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു n/2 e റൈസ് ടു x cos x പ്ലസ് n ഇൻറ്റു π/4. ഇതാണ് യുഎന്നിന്റെ ഫോർമുല. u e റൈസ് ടു x cos x ആണെങ്കിൽ അയാളുടെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുലയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടല്ല? ശരി, അപ്പൊ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമ്മുടെ y എന്ന് പറയുന്നത് എന്താണ്? x² e റൈസ് ടു x cos x ആയിരുന്നല്ലോ. അയാളെ നമുക്കിപ്പോ u ഇൻറ്റു x² എന്ന് എഴുതാമല്ലോ. u എന്താണ്? നിങ്ങളുടെ e റൈസ് ടു x cos x. അയാളെയാണ് u എന്ന് എടുത്തത്, അതുകൊണ്ട് u ഇൻറ്റു x² എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇനി ഞാൻ y-യുടെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. y-യുടെ nth ഡെറിവേറ്റീവ് ലെബനിറ്റ്സ് തിയറം ഉപയോഗിക്കാം. ഒരു ഫംഗ്ഷൻ ഇൻറ്റു അനദർ ഫംഗ്ഷൻ ആണ്, അപ്പോൾ ലെബനിറ്റ്സ് തിയറം ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു x² പ്ലസ് nc1 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ n-1th ഡെറിവേറ്റീവ് ഇൻറ്റു ഇയാളുടെ കൂടെയുള്ള ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. x²ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 2x. ഇനി അടുത്തത് nc2 ഫസ്റ്റ് ഫംഗ്ഷന്റെ n-2th ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. 2x-ന്റെ അടുത്ത ഡെറിവേറ്റീവ് 2 ആണ്. ഇനി അടുത്ത് 2-ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അതുകൊണ്ട് അടുത്ത ടേംസ് എല്ലാം 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. Now this will be un into x² പ്ലസ് nc1 എന്ന് പറയുന്നത് n ആണ്, ഒരുപാട് പ്രാവശ്യം എഴുതിയതാണ്, അറിയാം. എന്താണ് n ഫാക്ടോറിയൽ ബൈ n-1 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ, അത് n ആകും. un-1 into 2x പ്ലസ് nc2 എന്ന് പറയുന്നത് n into n-1 into 2. അറിയാം, n ഫാക്ടോറിയൽ ബൈ n-2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്, അത് n into n-1 ഡിവൈഡഡ് ബൈ 2 ആകും. un-2 into 2. ഈ 2ഉം ക്യാൻസൽ ആയി പോകും. കണ്ടല്ലോ? അതാണ് y. ഇനി ഉത്തരമായി കഴിഞ്ഞു, ആൻസർ ആയി. ഇതാണ് നിങ്ങളുടെ ആൻസർ. un-നെ കണ്ടുപിടിച്ച വാല്യൂ എടുത്ത് ഒന്ന് എഴുതിയാൽ മതി, കംപ്ലീറ്റ് ആവും. നമുക്കത് എഴുതാം. un-ന്റെ വാല്യൂ എന്തായിരുന്നു? 2 റൈസ് ടു n/2 e റൈസ് ടു x cos x പ്ലസ് n ഇൻറ്റു π/4 ഇൻറ്റു കൂടെയുള്ള x². കണ്ടല്ലോ? പ്ലസ് 2nx, അതായത് 2nx-നെ എഴുതി. ഇനി un-1. un എന്ന് പറയുന്നത് ഈ വാല്യൂ ആണല്ലോ. un-1 എന്ന് പറയുന്നത് n-ന്റെ സ്ഥാനത്ത് n-1 കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, കൊടുക്കാം. 2 റൈസ് ടു n-1 ഡിവൈഡഡ് ബൈ 2 e റൈസ് ടു x cos x പ്ലസ് n-1 ഇൻറ്റു π/4 കഴിഞ്ഞു. ഇനി അടുത്ത് un-2 n ഇൻറ്റു n-1, അത് അതേപോലെ എഴുതുക. എന്നിട്ട് un-2 ആണ്, അതായത് ഈ ഫോർമുലയിൽ n-ന്റെ സ്ഥാനത്ത് n-2 കൊടുത്താൽ മതി. 2 റൈസ് ടു n-2 ഡിവൈഡഡ് ബൈ 2 e റൈസ് ടു x cos x പ്ലസ് n-2 ഇൻറ്റു π/4 കഴിഞ്ഞു. ദിസ് ഇസ് യുവർ ഫൈനൽ ആൻസർ. 8 മാർക്കായി. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഒരു പേജ് പോലും തികച്ചില്ല. ഒരേ ഒരു ഫോർമുല, un-ന്റെ ആ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. യു ഹാവ് ദിസ് ആൻസർ. കണ്ടല്ലോ? ഇതാണ് y-യുടെ ഇവിടെ തന്നിട്ടുള്ള y-യുടെ nth ഡെറിവേറ്റീവ്. സിമ്പിൾ ആണ്, അതൊന്ന് നോക്കുക. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് 2013-14 റേഞ്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് y is equal to x² - 1
the whole raised to n. Prove that x square minus 1 into y n plus 2 plus 2x y n plus 1 minus n into n plus 1 into yn is equal to 0. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. സമയം കളയണ്ട, നേരെ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നേരെ നമ്മൾ y എടുക്കുന്നു. y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 the whole raised to n. First of all, differentiating with respect to x. y നെ with respect to ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y1 dy by dx y1. ഇയാളെ എടുക്കുമ്പോൾ n into x square minus 1 raised to n minus 1. പിന്നെ x square minus 1ന്റെ ഡെറിവേറ്റീവ് അതെന്താണ്? 2x. കണ്ടല്ലോ, 2x. ഞാൻ ഇവിടെ രണ്ട് സൈഡും x square minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. x square minus 1 കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്ത് വരും? x square minus 1 into y is equal to 2nx. 2nx അതേപോലെ കിടക്കട്ടെ. ഇവിടെ x square minus 1 raised to n minus 1 ആണ്. ഒരു x square minus 1 കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ ഒന്ന് കൂടും. അപ്പോൾ x square minus 1 raised to n എന്നാവും. കണ്ടല്ലോ, പവർ ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടി. Now differentiate with respect to x. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് x സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x into y പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ into x സ്ക്വയർ മൈനസ് 1 into yയുടെ ഡെറിവേറ്റീവ് y1 ആണ്. Now അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. This is 2nx ആണ്. x raised to n minus 1 the whole x square minus 1 the whole raised to n എന്താണ്? x square minus 1 the whole raised to n എന്താണ്? y അല്ലേ? അപ്പൊ ആ വാല്യൂ അവിടെ ഒന്ന് കൊടുക്കണേ. സത്യം പറഞ്ഞാൽ നമ്മൾ x square minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് തന്നെ ആ y എന്നുള്ള ടേം അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ മാത്രമേ ഈ പവർ n ആയിട്ട് അങ്ങനെ y കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഞാൻ y കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ലെഫ്റ്റ് സൈഡിലും പ്രോഡക്റ്റ് റൂൾ ആണ്. 2n കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 into y പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അത് y1 ആണ്. കണ്ടല്ലോ. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് മിസ്ഡ് സംതിങ്. എന്തോ ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ y1 ആയിരുന്നു. x സ്ക്വയർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y1 ആയിരുന്നു. ഓക്കെ, x സ്ക്വയർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ y1 ആയിരുന്നു. ആ y1 ഞാൻ മിസ് ചെയ്തേ. അതാണ് അവിടെ സംഭവിച്ചത്. 2x x സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. പിന്നെ y1 അതേപോലെ എഴുതുക. പിന്നെ x സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y1ന്റെ ഡെറിവേറ്റീവ് അത് y2 ആണ്. സോറി, y2 ആണ്. ഓക്കെ, അപ്പോൾ അത് y2 ആയി. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയല്ലോ. അപ്പൊ y1 ഒന്ന് മിസ്സായതാണ് അറിയാതെ. അപ്പൊ കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇങ്ങനെ കിട്ടി. നൗ നമുക്ക് എല്ലാവരെയും ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y2ന്റെ ടേം, പിന്നെ 2xy1, പിന്നെ ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 2nxy1, പിന്നെ മൈനസ് 2ny ഇസ് ഈക്വൽ ടു 0. ഇതിനെ 2n അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇവരെ ഈക്വൽ ടുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ആയത്. കണ്ടല്ലോ. നൗ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് x സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y2 പ്ലസ് ഇവിടെ എന്താണ് 2xy1. ഈ രണ്ട് ടേമിലും 2xy1 കോമൺ ആണ്.
2xy1 കോമൺ ആണ്. Therefore this will be 1 minus n into 2xy1. 1 minus n into 2xy1 and this will be 2ny is equal to 0. വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ കൊടുക്കാം. 1 minus n-ൽ നിന്ന് ഒരു n കോമൺ എടുത്തിട്ട് ഇയാളെ n-1 ആക്കാം. -1 കോമൺ എടുത്ത് n-1 ആക്കാം. Therefore this will be like x square minus 1 into y2 minus n-1 into 2xy1 minus 2ny is equal to 0. കഴിഞ്ഞു. പ്രൂഫ് ഓവർ ആയില്ല. ഇനി നമുക്ക് ഇതെല്ലാം പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ആ പ്രൂഫിന് മുമ്പ് വരേണ്ട ഈ ഒരു കാര്യമാണ്. അതാണ് ഞാനിപ്പോൾ എഴുതിയത്. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y2 മൈനസ് n-1 ഇൻറ്റു 2xy1 മൈനസ് 2ny. കണ്ടല്ലോ. അപ്പോ ഈ ടേമിനെ, ഈ പർട്ടിക്കുലർ ടേമിന്റെ nth ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഈ പർട്ടിക്കുലർ ടേമിന്റെ nth ഡെറിവേറ്റീവ്, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y2 മൈനസ് n-1 ഇൻറ്റു 2xy1 മൈനസ് 2ny-യുടെ nth ഡെറിവേറ്റീവ്. അപ്പുറത്ത് 0 ആണ്. 0-യുടെ nth ഡെറിവേറ്റീവ് 0 തന്നെ. ഇത് കണ്ടുപിടിക്കാൻ പോവാണ്. nth ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഓരോ ടേമിനെയും പ്രത്യേകം ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 y2 അയാളുടെ nth ഡെറിവേറ്റീവ് മൈനസ് n-1 ഇൻറ്റു 2xy1 അയാളുടെ nth ഡെറിവേറ്റീവ് മൈനസ് 2ny അയാളുടെ nth ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. കണ്ടല്ല, nth ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഓരോ ടേമിന്റെ ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y2 ആളുടെ nth ഡെറിവേറ്റീവ്. ആളുടെ nth ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഞാൻ y2-നെ കാണുകയാണെ. y2-ന്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് nc1 ഫസ്റ്റ് ഫംഗ്ഷന്റെ n-2th ഡെറിവേറ്റീവ്, y2-ന്റെ n-1 ഡെറിവേറ്റീവ്, n-1th ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ മൈനസ് 1-ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അത് 2x ആണ്. അടുത്ത് nc2 ഇൻറ്റു y2-ന്റെ n-2th ഡെറിവേറ്റീവ്, 2x-ന്റെ അടുത്ത ഡെറിവേറ്റീവ്, അത് 2 ആണ്. ഇനി അങ്ങോട്ട് 2-ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ആ ടേം ഒന്നും എഴുതണ്ട, താനെ അതൊക്കെ 0 ആയി പോയിക്കോളും. കഴിഞ്ഞു. അപ്പൊ ഇയാളെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് nth ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ ഫലത്തില് yn+2 ആണ്. yn+2 ആണ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. നൗ nc1 n ആണെന്ന് അറിയാം. n അപ്പം 2nx ആവും. ഈ 2x കൂടെ ചേർന്ന് 2nx ആവും. പിന്നെ y2-ന്റെ n-1th ഡെറിവേറ്റീവ്, അപ്പോൾ n-1 പ്ലസ് 2, അതായത് n+1, yn+1, y-യുടെ n+1th ഡെറിവേറ്റീവ്. ഫൈനലി nc2 എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2 ആണ്. അറിയാം, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, അത് ഇതാകും. പിന്നെ y-യുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതിനുശേഷം n-2th ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് yn-2 പ്ലസ് 2, y-യുടെ nth ഡെറിവേറ്റീവ് ഇൻറ്റു 2 ഇൻറ്റു 2. 2 ക്യാൻസൽ ആയി പോകും. 2 ക്യാൻസൽ ആയി പോകും. കഴിഞ്ഞു. ഫൈനലി ദാറ്റ് വിൽ ബി ലൈക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു yn+2 പ്ലസ് 2nx yn+1 പ്ലസ് n ഇൻറ്റു n-1 ഇൻറ്റു yn. അതിൽ ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു. ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്തു. നൗ സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് n-1 ഇൻറ്റു 2xy1. 2xy1 ആളുടെ nth ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്.
ഈ n-1 into 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. പുള്ളിക്കാരനെ നമുക്ക് വെളിയിലേക്ക് ഇടാം. n-1 into 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒന്നും അയാളെ ബാധിക്കത്തില്ല, അയാളെ പുറത്തേക്ക് ഇടാം. എന്നിട്ട് y1ന്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു അടുത്ത ഫംഗ്ഷൻ x ആണ്, അടുത്ത ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ x പ്ലസ് nc1 y1ന്റെ n-1th ഡെറിവേറ്റീവ് ഇൻറ്റു എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അത് 1 ആണ്. ഇനി 1ന്റെ അടുത്ത ഡെറിവേറ്റീവ് എടുത്താൽ 0 ആണ്, പിന്നെ അങ്ങോട്ട് എല്ലാം 0 ആണ്, അതുകൊണ്ട് എടുക്കണ്ട. കഴിഞ്ഞു, ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി അകത്തേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. എന്താണ് n-1 into 2 y1 പിന്നെ nth, അപ്പോൾ n+1th ഡെറിവേറ്റീവ് ഇൻറ്റു എക്സ് പ്ലസ് nc1 എന്ന് പറയുന്നത് n ആണ്, പിന്നെ y-യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നിട്ട് n-1th ഡെറിവേറ്റീവ്, അത് yn ആണ്. കണ്ടല്ല? ഇനി അകത്തേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ലൈക്ക് 2 into n-1 into x into y n+1 plus 2 into n into n-1 into yn. അകത്തേക്ക് 2 into n-1നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടല്ല? ദാറ്റ്സ് ഓവർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ടേം, അത് വലിയ പ്രശ്നമുള്ള ആളല്ല. മൂന്നാമത്തെ ടേമിന്റെ nth ഡെറിവേറ്റീവ്, മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ 2ny ആണ്. ആളുടെ nth ഡെറിവേറ്റീവ് 2n ഒരു കോൺസ്റ്റന്റ് ആണ്, പിന്നെ y-യുടെ nth ഡെറിവേറ്റീവ് ആണ് 2ny. കഴിഞ്ഞു. ഇവരെ എല്ലാം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ ആദ്യം എന്താണ് x² - 1 into y2 ഇട്ട് ഡെറിവേറ്റീവ് ആയിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് x² - 1 into yn+2 n+2 into പ്ലസ് എന്താണ് പ്ലസ് അല്ല മൈനസ് വെയിറ്റ് എ മിനിറ്റ്, സോറി മൈനസ് അല്ല പ്ലസ് തന്നെയാണ്. 2nx yn+1 2nx yn+1 പ്ലസ് n into n-1 into yn, n into n-1 into yn. ഇനി നെക്സ്റ്റ് മൈനസ് ഉണ്ട്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് കൊടുത്തിട്ട് വേണം ഇയാളുടെ ഡെറിവേറ്റീവ് കൊടുക്കാൻ. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് കൊടുത്തിട്ട് വേണം അടുത്ത ആളുടെ ഡെറിവേറ്റീവ് കൊടുക്കാൻ. അതേപോലെ അവസാനത്തെ ടേമിന് മൈനസ് ഉണ്ട്, അപ്പോൾ കൊടുക്കാൻ മറക്കരുത്, മൈനസ് കൊടുക്കാൻ മറക്കരുത്. മൈനസ് ഓഫ് എന്താണ് ഉത്തരം? 2 into n into n-1 into x yn+1 plus 2 into n into n-1 into 2 into n into n-1 into yn. ഇനി ഫൈനൽ ടേമിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ഫൈനൽ ടേമിന്റെ നെഗറ്റീവ് വെച്ചിട്ട് -2n yn is equal to 0. Now ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതേണ്ട പ്രശ്നമേ ഉള്ളൂ. x² - 1 into yn+2. ഇപ്പോൾ yn+1 ഒരു ടേം 2nx yn+1. ഞാൻ ഈ ടേം ഇപ്പോൾ എഴുതുന്നില്ല കേട്ടോ, ഈ ടേമിനെ ഇപ്പോൾ എഴുതുന്നില്ല, മാറ്റി നിർത്തുകയാണ്. yn-ന്റെ ടേം എനിക്ക് ആദ്യം yn+1ന്റെ ടേം എല്ലാം വേണമെന്നുള്ളതുകൊണ്ട് ഈ ടേം -2n into n-1 into x into yn+1. പിന്നെ yn-ന്റെ ടേമിനെ ഇനി എഴുതാം പ്ലസ് n into n-1 into yn. പിന്നെ അതെ ഇയാള് -2 into n into n-1 into yn. പിന്നെ ഫൈനലി that will be -2n yn is equal to 0. -2n yn is equal to 0. Now x² - 1 into yn+2. ഇവിടെ 2 into n into
2 into n into x y n plus 1 കോമൺ ആണ്. 2 into n into x y n plus 1 കോമൺ ആണ്. അയാളെ കോമൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കി 1 വരും, ഇവിടെ ബാക്കി -n-1 വരും, -n-1 വരും. ബാക്കിയുള്ളത് 2nxyn plus 1 തന്നെയാണ്. 2nxyn plus 1 തന്നെയാണ്. കണ്ടല്ലോ. ആൻഡ് ഫൈനലി 3 ടേം ഉണ്ട്. ആ 3 ടേമിൽ നിന്നും നമുക്ക് n into yn കോമൺ എടുക്കാം. n into yn കോമൺ എടുക്കാം. therefore നമുക്ക് കിട്ടും എന്താണ്? n into yn കോമൺ എടുക്കുമ്പോൾ n-1, n into yn കോമൺ എടുക്കുമ്പോൾ -2 into n-1, ഇവിടെ n into yn കോമൺ എടുക്കുമ്പോൾ -2 into n into yn equal to 0. Finally, x square minus 1 into y n plus 2, 1 minus n plus 1, 1 minus n plus 1, that is എന്താണ്? minus n. I think there is a mistake over here. (2nx) let me check. -2 into n-1. Yeah, sorry. Okay. Okay. yn plus 1ന്റെ ടേമില് എന്തോ നമ്മൾ അറിയാതെ ആഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതൊന്ന് നോക്കാം. this one ഇവിടെ ശരിയാണ്. ഞാൻ എടുത്തെഴുതിയതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. നിങ്ങൾ നോക്കുക, നമ്മുടെ രണ്ടാമത്തെ ടേം ഉണ്ടല്ലോ n-1 into 2xy1, അയാളുടെ ഡെറിവേറ്റീവില് എന്താണ് ടേം എന്ന് നോക്കുക. 2n-1 x into yn plus 1 ആണുള്ളത്. അല്ലാതെ n ഇല്ല. നമ്മൾ അവിടെ എടുത്തെഴുതിയപ്പോൾ n വന്നുപോയി. കണ്ട, ഈ n വന്നുപോയി. അത് ഇല്ല കേട്ടോ. അതില്ല. ഓക്കെ, ആ ടേം ഇല്ലാത്തതാണ്. നമ്മൾ അറിയാതെ എഴുതിയ ടേം ആണ് അത്. ഇതും അറിയാതെ എഴുതിയ ടേം ആണ്. 2 into n-1 into x yn plus 1 ആണ്. ഓക്കെ, അത് അറിയാതെ വന്നുപോയ ഒരു ടേം ആണ്. ഓക്കെ, ഇപ്പൊ അത് ശരിയാവും. ഇനി അത് ശരിയാവും. അപ്പൊ ഞാന് ഇവിടെ കോമൺ എടുത്തപ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്കും കൂടെ അങ്ങ് തിരുത്താം. എന്താണ്? ഈ രണ്ട് ടേമിൽ നിന്നും x yn plus 1, ഈ രണ്ട് ടേമിൽ നിന്നും 2x yn plus 1 കോമൺ എടുക്കാം. 2x yn plus 1 കോമൺ എടുക്കാം. അപ്പോ നമുക്ക് എന്ത് വരും? മൈനസ് ഓഫ് x 2xn-1, therefore that will be ഈ രണ്ട് ടേമിൽ നിന്നും എന്താണ്? 2x yn plus 1 കോമൺ എടുത്തു. അപ്പൊ ഇവിടെ ഒരു n വരും, ഇവിടെ ഒരു n വരും, ഇവിടെ മൈനസ് ഓഫ് n-1 വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? n-n plus 1 എന്ന് വരും. അപ്പോൾ 1 മാത്രമാണ്. അങ്ങനെ 2xyn plus 1 എന്നാവും. 2xyn plus 1 എന്നാവും. ഇനി ഇവിടെ n-1 -2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2n plus 2 -2 into n/n. ഓക്കെ, ഇങ്ങനെയായി മാറി. +2 -2 പോയി, +2 -2 പോയി. പിന്നെ n-ഉം -2n-ഉം -n ആകും. n-ഉം -2n-ഉം എന്താകും? -n ആകും. ഓക്കെ, അപ്പോ
x square minus 1 into y n plus 2 plus 2x y n plus 1. ഇവിടെ എന്താവും? പ്ലസ് മൈനസ് n മൈനസ് 1 ആകും into n into yn, which is equal to 0. And x square minus 1 into yn plus 2 plus 2x yn plus 1. ഇവിടെ മൈനസ് ഞാൻ കോമൺ എടുക്കുകയാണ്. മൈനസ് n into n plus 1 into yn. And this is your final answer. Required പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നല്ല, പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു. കഴിഞ്ഞു. ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമ്മൾ വരുന്ന വഴിക്ക് വരുത്തിയായിരുന്നു. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ആ മിസ്റ്റേക്സ് നമ്മൾ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എളുപ്പമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ മെത്തേഡ്സ് തന്നെയാണ്. ആദ്യം നമ്മുടെ കയ്യിൽ y ഉണ്ട്. ആ y-നെ 2 തവണ ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ചെറിയൊരു പരിപാടി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ y തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് 2 തവണ ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് എടുത്തപ്പോൾ പ്രൈമറി ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ആ ഇക്വേഷനെ nth ഡെറിവേറ്റീവ് എടുക്കുന്നു. ടേം വൈസ് ലെബിനിറ്റ്സ് തിയറം ഉപയോഗിച്ച് nth ഡെറിവേറ്റീവ് എടുക്കുന്നു. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടുണ്ട്. കണ്ടല്ലോ? അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് നമുക്കിവിടെ വന്നു. ഇവിടെ ഒരു എക്സ്ട്രാ n വന്നു പോയതാണ്. അത് എടുത്തെഴുതിയാലുള്ള മിസ്റ്റേക്കാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എടുത്തെഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയായിക്കോളും. പ്രശ്നമില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. Now, another question. വീണ്ടും prove that type of question ആണ്. ഇത് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. If y is equal to cos m sin inverse x, cos m sin inverse x, prove that 1 minus x square y n plus 2 minus 2n plus 1 into x y n plus 1 plus m square minus n square into yn is equal to 0. yn is equal to 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നേരെ പ്രൂഫിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ y എടുത്ത് എഴുതുന്നു. കോസ് m sin inverse x. ഓക്കെ, നൗ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x എന്താണെന്ന് നോക്കാം. y-യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ y1. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. മൈനസ് സൈൻ ഓഫ് m സൈൻ ഇൻവേഴ്സ് x. m ഒരു കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ ഇട്ടു. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. കണ്ടല്ലോ? കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഞാൻ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തുകയാണ്. റൂട്ടിനെ ഇയാളെ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 is equal to minus m sin of m sin inverse x. Sin inverse x. പ്രശ്നമല്ല, കുഴപ്പമില്ല. ഇനി ഈ റൂട്ട് എന്ന് പറയുന്ന ടേം വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആള് ഇത്തിരി ചുറ്റാണ്. √1 മൈനസ് എക്സ് സ്ക്വയറിനൊക്കെ ഇനി നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടിരുന്നാൽ അത് വീണ്ടും ചുറ്റി നമുക്ക് തന്നെ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ സ്ക്വയർ ചെയ്യുന്നു രണ്ട് സൈഡും. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. സ്ക്വയർ ചെയ്യാം. √1 മൈനസ് എക്സ് സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ 1 മൈനസ് എക്സ് സ്ക്വയർ ആവും. അതിൽ ആർഗ്യുമെന്റ് ഒന്നുമില്ല. y1ന്റെ സ്ക്വയർ y1 സ്ക്വയർ. പിന്നെ മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോകും, m സ്ക്വയർ ആകും. ഇയാള്
സൈൻ സ്ക്വയർ എം സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. പ്രശ്നമില്ലല്ലോ. സൈൻ സ്ക്വയർ എം സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. നിങ്ങൾക്കൊരു കാര്യം അറിയാമായിരിക്കും, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 കേട്ടിട്ടുണ്ടാവും. ഐഡന്റിറ്റിയാണ്, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ. എഴുതിക്കൂടെ? സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. എഴുതാം. അപ്പോ ഇവിടെയുള്ള ഈ സൈൻ സ്ക്വയറിന് പകരം, സൈൻ സ്ക്വയർ എക്സിന് പകരം ഇവിടെ എം സൈൻ ഇൻവേഴ്സ് എക്സ്, അവിടെ മൈൻഡ് ചെയ്യണ്ട. സൈൻ സ്ക്വയറിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എഴുതാം. അപ്പൊ ഞാനത് എഴുതാൻ പോവുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എം സൈൻ ഇൻവേഴ്സ് എക്സ്. എം സൈൻ ഇൻവേഴ്സ് എക്സ് കഴിഞ്ഞു. അങ്ങനെ എഴുതാം, പ്രശ്നമില്ല. സംഭവം y എന്ന് പറയുന്നത് എന്താണ്? കോസ് എം സൈൻ ഇൻവേഴ്സ് എക്സ്. y എന്ന് പറയുന്നത് കോസ് എം സൈൻ ഇൻവേഴ്സ് എക്സ്. അയാളുടെ സ്ക്വയർ അല്ലേ ദേ ഈ കിടക്കുന്നത്? ആണല്ലോ. therefore ഇയാളെ എനിക്ക് എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, ഇല്ലേ? എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതി. കണ്ടല്ലേ? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ, 1 മൈനസ് വൈ സ്ക്വയർ. കണ്ടല്ലേ? ഓക്കെ. നൗ ഞാൻ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ വൺ സ്ക്വയർ ആണ്. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0, പിന്നെ മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ഇൻറ്റു എന്താണ്? വൈ വൺ സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ അതേപോലെ ഇടുന്നു. വൈ വൺ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു വൈ വൺ. വൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വൈ ടു. വൈ വൺ സ്ക്വയറിൻ്റെത് 2 ഇൻറ്റു വൈ വൺ, പിന്നെ വൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് വേണം, അത് വൈ ടു, അടുത്ത ഡെറിവേറ്റീവ്, വിച്ച് ഇസ് ഈക്വൽ ടു എം സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, മൈൻഡ് ചെയ്യേണ്ട, അത് അവിടെ ഇരിക്കട്ടെ. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1ന്റെ ഡെറിവേറ്റീവ് 0. പിന്നെ വൈ സ്ക്വയർ ഉണ്ട്. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് ഉണ്ട്, മൈനസ് വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് y1. വൈയുടെ ഡെറിവേറ്റീവ് y1. അപ്പൊ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2m സ്ക്വയർ y1 ആയി. 2m സ്ക്വയർ y1 ആയി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടേമിലും 2y1 എന്ന് പറയുന്ന ആളുണ്ട്. 2y1 എന്ന ആള് ഉണ്ട്. അയാളെ ഒഴിവാക്കാനായിട്ട് ഡിവൈഡിങ് ബൈ 2y1. ഡിവൈഡിങ് ബൈ 2y1. അപ്പൊ ഇത് താനെ ഒഴിവായി പോയിക്കോളും. അപ്പൊ എന്ത് കിട്ടും? മൈനസ് എക്സ് y1 പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2. 2y1 ഡിവൈഡ് ആയി പോയേ, ഇയാൾ പോയി. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എം സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എം സ്ക്വയർ. 2 പോകും, പിന്നെ y1 പോകും. y1 പോയിട്ടുണ്ട്, കാരണം ഡിവൈഡിങ് ബൈ 2y1 ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനെ കിട്ടി. നൗ ഇയാളെ ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നു. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1. ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് എം സ്ക്വയർ ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. സ്ക്വയർ ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ nth ഡെറിവേറ്റീവ് എടുക്കുന്നു. nth ഡെറിവേറ്റീവ് എടുക്കുന്നു. nth ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 പ്ലസ് എം സ്ക്വയർ y ആളുടെ nth ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0യുടെ nth ഡെറിവേറ്റീവ് 0 തന്നെയാണ്. അങ്ങനെ അത് 0. കണ്ടല്ലോ? അപ്പോ ഇയാളുടെ nth ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോരുത്തരുടെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഓരോരുത്തരുടെ nth ഡെറിവേറ്റീവ് ഞാൻ എഴുതുകയാണ്. nth ഡെറിവേറ്റീവ് മൈനസ് എക്സ് y1ന്റെ nth ഡെറിവേറ്റീവ്
പ്ലസ് എം സ്ക്വയർ വൈയുടെ nth ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0. ഇനി ഓരോരുത്തരുടെയും പ്രത്യേകം nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും പ്രത്യേകം nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 ഇയാളുടെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് y2നെ കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് y2ന്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണോ അതിനെ അതേപോലെ എഴുതി 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് nc1 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ n-1th ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2x. 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് -2x. ഇനി അടുത്ത ടേം nc2 പ്ലസ് nc2 ഇൻറ്റു y2ന്റെ n-2th ഡെറിവേറ്റീവ് ഇൻറ്റു ഇയാളുടെ അടുത്ത ഡെറിവേറ്റീവ് അതെന്താണ്? -2. ഇനി അടുത്ത -2ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0യെ കിട്ടത്തുള്ളൂ. അതായത് അപ്പുറത്തുള്ള ടേം എല്ലാം 0 ആകും. അത് ഇനി എഴുതേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു. Therefore this will be like 1 minus x square y2ന്റെ nth ഡെറിവേറ്റീവ് yn plus 2. ഈ മൈനസ് ഇവിടെ വരും. മൈനസ് nc1 n ആണ് അറിയാം 2nx. പിന്നെ y2ന്റെ n-1th ഡെറിവേറ്റീവ് yn-1 plus 2 that is yn plus 1. Now nc2 നിങ്ങൾക്കറിയാം. മൈനസ് ഞാൻ ഇവിടെ എഴുതുകയാണ്. മൈനസ് n into n-1 divided by 2 y2ന്റെ n-2th ഡെറിവേറ്റീവ് that is yn-1 n-2 plus 2 that is yn into 2. 2 cancel ആയി പോകും. 2 cancel ആയി പോകും. And the final answer is 1 minus x square into yn plus 2 minus 2nx yn plus 1 minus n into n-1 into yn. n-1 into yn. കണ്ടല്ലോ. ഇപ്പൊ ഫസ്റ്റ് ടേമിന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ടേമിന്റെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അടുത്ത ടേം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ xy1 ആണ്. xy1 ആണ് നിങ്ങളുടെ അടുത്ത ടേം. ആളുടെ nth ഡെറിവേറ്റീവ്. പ്രൊസീഡിങ് y1ന്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് nc1 y1ന്റെ n-1th ഡെറിവേറ്റീവ് ഇൻറ്റു എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1. 1ന്റെ അടുത്ത ഡെറിവേറ്റീവ് ഒക്കെ 0 ആണ്. അതുകൊണ്ട് അടുത്ത ടേം എല്ലാം 0 ആയി പോകും. അത് എഴുതണ്ട. Therefore this will be x into y1ന്റെ nth ഡെറിവേറ്റീവ് yn plus 1. nc1 n ആണ് n. y1ന്റെ n-1th ഡെറിവേറ്റീവ് yn-1 plus 1 that is yn. Okay. ഇനി ഫൈനൽ ടേം m square into y ആയിരുന്നു. ആളുടെ nth ഡെറിവേറ്റീവ് എന്താവും? m square കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് m square into yn തന്നെ. കഴിഞ്ഞു. ഓക്കെ. ഇനി ഇവരെ എല്ലാവരെയും നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. Therefore ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് nth ഡെറിവേറ്റീവ് എഴുതുന്നു. 1 minus x square into yn plus 2 minus 2nx into yn plus 1 minus n into n-1 into yn. ഇനി സെക്കൻഡ് ടേമിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോ മൈനസ് ഓഫ് x into yn plus 1 plus n into yn. ഫൈനൽ ടേം എന്താണ്? m square into yn which is equal to 0. അപ്പൊ ഇയാളെ ഒന്ന് ശരിയാക്കി എഴുതുന്നു. 1 minus x square into yn plus 2. yn plus 1ന്റെ ടേം എല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം. minus 2nx yn plus 1. പിന്നെ ദേ ഈ ടേം മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൈനസ് എക്സ് ഇൻറ്റു yn plus 1. ഇനി എന്നിന്റെ ടേം മൈനസ് n ഇൻറ്റു n-1 ഇൻറ്റു yn. പിന്നെ ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ പ്ലസ്
n into yn plus n into ഓക്കെ ഇത് പ്ലസ് ആണെന്ന് തോന്നുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ് കേട്ടോ, ഇത് പ്ലസ് ആണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവുന്നത് കേട്ടോ. മൈനസ് n into yn, പിന്നെ വൈയുടെ അടുത്ത ടേം, yn-ന്റെ അടുത്ത ടേം എന്താണ്, m square yn is equal to 0. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി 1 minus x square into yn plus 2. yn plus 2, ഈ രണ്ട് ടേമിലും x yn plus 1 കോമൺ ആണ്, x yn plus 1 കോമൺ ആണ്. അപ്പോൾ that will be like minus 2n minus 1 into x yn plus 1. പിന്നെ ഈ ടേമിൽ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് n സ്ക്വയർ അല്ലേ വേണ്ട, ഈ എല്ലാ ടേമിലും yn കോമൺ ആണ്, yn-നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ബാക്കി മൈനസ് n into n minus 1, മൈനസ് n into n minus 1 minus n plus m square into yn is equal to 0. കണ്ടല്ലോ. അപ്പോൾ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് 1 minus x square into yn plus 2. ഇവിടെ ഞാനൊരു മൈനസ് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 2n plus 1 ആകും, x into yn plus 1. പിന്നെ ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ് അകത്ത്, മൈനസ് n into n minus n square minus n into 1 plus n, പിന്നെ മൈനസ് n plus m square yn is equal to 0. മൈനസ് n പ്ലസ് n ക്യാൻസൽ ആയി പോകും. അതിനുശേഷം വരുന്നത് 1 minus x square into yn plus 2 minus 2n plus 1 into xyn plus 1, and this will be like m square minus n square into yn, and this is your required answer. ഇയാളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, and this is your required answer. കഴിഞ്ഞു. കണ്ടല്ല, സിമ്പിൾ റിസൾട്ട് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം പഠിക്കണം. ഓക്കെ, കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ് ഇത് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു.